ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അധ്യായം 10 1-ാം തിരുവചനം. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്നു തന്നെ എൻ്റെ ഹൃദയവാഞ്ഛയും അവർക്ക് വേണ്ടിയുള്ള ദൈവത്തോടുള്ള യാചനയുമാവും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട അപ്പോസ്തലനായ പൗലോസ് റോമ സഭയ്ക്ക് എഴുതിയ ലേഖനം 10:1 പൗലോസിൻ്റെ ആഗ്രഹമാണ്, ഹൃദയവാഞ്ഛയാണ് ഇവിടെ നാം കാണുക. പൗലോസ് അപ്പോസ്തലൻ്റെ ആഴമായ ആഗ്രഹം ഈ വചനത്തിൽ നമുക്ക് കാണാം. അദ്ദേഹം ഇവിടെ എഴുതുകയാണ് റോമയിലെ സഭയ്ക്ക്, അവിടെയുള്ള വിശ്വാസികൾക്ക്. അവർ ഒരുപക്ഷെ പൗലോസ് അപ്പോസ്തലൻ്റെ ശുശ്രൂഷയാൽ വിശ്വാസത്തിലേക്ക് വന്നവരാകാം. അവരെ ബലപ്പെടുത്തുവാൻ, അവരെ രക്ഷയിലേക്ക് നയിക്കുവാൻ പൗലോസിൻ്റെ ആഴമായ ആഗ്രഹവും അതിനുവേണ്ടിയുള്ള വാഞ്ഛയും പ്രാർത്ഥനയുമാണ് ഈ വചനത്തിൽ നാം കാണുന്നത്. ആരാണ് ഈ പൗലോസ്? ഒരു കാലത്ത് ക്രിസ്തുവിരോധിയായി ഒരു കൈയിൽ ക്രിസ്ത്യാനികളെ നശിപ്പിക്കുവാനുള്ള വാളും, അതുപോലെ മറുകൈയിൽ അതിനുവേണ്ടിയുള്ള ലൈസൻസ് അഥവാ അധികാരപത്രം, അനുമതി, ഇതൊക്കെയായിട്ട് കുതിരപ്പുറത്ത് ചീറിപ്പാഞ്ഞ് നടന്ന് ആദ്യ നൂറ്റാണ്ടിൽ ദൈവത്തിൽ വിശ്വസിച്ചവരെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ. ദൈവം ആ മനുഷ്യനെ സന്ദർശിക്കുകയാണ്, രക്ഷയിലേക്ക് നയിക്കുകയാണ്, മാനസാന്തരത്തിലേക്ക് നയിക്കുകയാണ്. തുടർന്ന് ആ വ്യക്തി ഒരു വചനത്തിൽ പറഞ്ഞതുപോലെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതുതായി തീർന്നിരിക്കുന്നു. ആ പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്ന മനുഷ്യനാണ് പൗലോസ്. ആദ്യം ഈ മനുഷ്യൻ്റെ പേര് ശൗലെന്നായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം പൗലോസ് എന്നായി ആ പേരും മാറുകയാണ്. ഈ പൗലോസ് അനേകം സഭകൾ സ്ഥാപിക്കുവാനിടയായി. അദ്ദേഹം അനേകം സഭയ്ക്ക് കത്തും എഴുതി, ലേഖനങ്ങൾ എഴുതി, തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ തുറന്നു പറഞ്ഞു. ഇവിടെ റോമ സഭയ്ക്ക് അദ്ദേഹം എഴുതി പറയുന്ന അദ്ദേഹത്തിൻ്റെ ഹൃദയവാഞ്ഛയെക്കുറിച്ചാണ് നാം വായിച്ചു കേട്ടത്. അവർ രക്ഷിക്കപ്പെടണം. അവിടെ ഇനിയും രക്ഷിക്കപ്പെടാൻ ഒരു സമൂഹമുണ്ട്. അവർ രക്ഷിക്കപ്പെടണമെന്നുള്ളത് തൻ്റെ ആഴമായ ഹൃദയവാഞ്ഛയാണ്. അത് അവർക്ക് വേണ്ടിയുള്ള ദൈവത്തോടുള്ള അഭയയാചനയുമാണ്, പ്രാർത്ഥനയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ അനുഭവം ആർക്കാണ് ഉണ്ടാകുക? രൂപാന്തരത്തിൻ്റെ അനുഭവമുണ്ടായി രക്ഷയുടെ ആനന്ദം അനുഭവിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ഇപ്രകാരം വാഞ്ചിക്കുവാനും ആഗ്രഹിക്കുവാനും പ്രാർത്ഥിക്കുവാനും കഴിയുകയുള്ളൂ. നമുക്ക് ദൈവവരങ്ങൾ നമ്മെ സമർപ്പിക്കാം. നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും ഇത് തന്നെയാകട്ടെ. ഇനിയും
രക്ഷ എന്ന നിത്യജീവൻ്റെ പ്രത്യാശ കരസ്ഥമാക്കാത്തവരുടെ യഥാസ്ഥാനപ്പെടലിനായി വാഞ്ചിക്കാം, പ്രാർത്ഥിക്കാം. ആമേൻ. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോമനിക്കും സ്നേഹം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോമനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ, നാഥാ നിന്നെ എന്നും വാഴ്ത്തിടാം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോമനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ, നാഥാ നിന്നെ എന്നും വാഴ്ത്തിടാം. നിന്റെ